അപ്പോൾ വിശദമായ വാർത്തകളിലേക്ക് കിടക്കുകയാണ്. നമുക്കിപ്പം ആംഗ്യഭാഷയിൽ വാർത്ത അവതരിപ്പിക്കുന്ന വിനയ് ചന്ദ്രൻ കൂടിയാണ്. അപ്പോൾ ആത്മകഥാ വിവാദത്തിലും തളരാതെ ശക്തമായി മുന്നോട്ട് തന്റെ ആത്മകഥയിലേത് എന്ന് പറയുന്ന ഭാഗം തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ പുറത്തു വന്നതിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ഇ പി ജയരാജൻ. ഇതിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. പ്രസാധകർ ഉൾപ്പെടെ ക്രിമിനൽ കുറ്റമാണ് ചെയ്തതെന്ന് ഇ പി ജയരാജൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഇന്നലെ തെരഞ്ഞെടുപ്പ് ദിവസമാണ്. ആ തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ വരത്തക്ക നിലയിൽ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഈ വാർത്ത കൊടുത്തിട്ടുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ വാർത്ത കൊടുക്കണമെങ്കിൽ കരുത്തരായ പിന്തുണയില്ലെങ്കിൽ കൊടുക്കില്ല. അത് ആസൂത്രിതമാണ് എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണത്. രണ്ടാമത്തെ കാര്യം, ഈ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നതുകൊണ്ടാണ് വെളുപ്പാൻ കാലത്ത് തന്നെ മറ്റ് ദൃശ്യമാധ്യമങ്ങൾ ഇത് മുഴുവൻ എടുത്ത് പ്രക്ഷേപണം നടത്തിയത്. അപ്പോൾ ആ വന്നിരിക്കുന്നതും ഈ പ്രക്ഷേപണം നടത്തിയത് മുഴുവൻ പ്രസിദ്ധീകരിക്കാത്ത, ഞാൻ പ്രസിദ്ധീകരിക്കാൻ അനുമതി കൊടുത്തിട്ടില്ലാത്ത, ഇന്നും ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകത്തെക്കുറിച്ചാണ്. എങ്ങനെയാണ് അവർക്കിത് ചെയ്യാൻ കഴിയുന്നത്? എനിക്ക് അവരുടെ കുറിച്ച് കൂടുതൽ അറിവുകളൊന്നുമില്ല. പക്ഷേ ഒരു വലിയ പുസ്തക പ്രസിദ്ധീകരണശാലയാണെന്നറിയാം. പക്ഷേ എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കാത്തൊരു പുസ്തകം അത് എങ്ങനെയാണ് അവർ പ്രചരിപ്പിക്കുക? പുസ്തകം തയ്യാറാക്കിയിട്ട് വേണ്ടേ അതിൻ്റെ പ്രസാധനം? ഞാനിത് അച്ചടിക്കാനോ പ്രിൻ്റ് ചെയ്യാനോ ഒരാളെയും ഇന്ന് വരെ ചുമതലപ്പെടുത്തിയിട്ടില്ല. ഒരു കരാറും ആർക്കും ഇന്ന് വരെ കൊടുത്തിട്ടില്ല. എന്നെ സമീപിച്ചിട്ടുണ്ട് പലരും. DC ഉണ്ട്, മാതൃഭൂമിയുണ്ട്, മറ്റ് ചില പ്രസിദ്ധീകരണശാലക്കാർ താല്പര്യം കാണിച്ചിട്ടുണ്ട്. ഒന്നും തീരുമാനിച്ചിട്ടില്ല. കാരണം ഈ പുസ്തകം തയ്യാറാക്കി കഴിഞ്ഞാൽ അത് സ്വാഭാവികമായും ഒരു പാർട്ടി അംഗം ഒരു പുസ്തകം എഴുതുമ്പോൾ ആ പുസ്തകം പ്രസിദ്ധീകരിക്കണമെങ്കിൽ ബന്ധപ്പെട്ട പാർട്ടി ഘടകത്തിൻ്റെ അനുമതി വാങ്ങിയിട്ടേ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ഈ പുസ്തകം തയ്യാറാക്കി പാർട്ടിയോട് പോയി ചോദിക്കണം. പാർട്ടി അനുവാദം കിട്ടിയാൽ മാത്രമേ അതിൻ്റെ മറ്റ് നടപടികളിലേക്ക് കടക്കൂ. ഇന്നലെ തെരഞ്ഞെടുപ്പ് ദിവസമാണ്. ആ തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ വരത്തക്ക നിലയിൽ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഈ വാർത്ത കൊടുത്തിട്ടുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ വാർത്ത കൊടുക്കണമെങ്കിൽ കരുത്തരായ പിന്തുണയില്ലെങ്കിൽ കൊടുക്കില്ല. അത് ആസൂത്രിതമാണ് എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണത്. രണ്ടാമത്തെ കാര്യം, ഈ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നതുകൊണ്ടാണ് വെളുപ്പാൻ കാലത്ത് തന്നെ മറ്റ് ദൃശ്യമാധ്യമങ്ങൾ ഇത് മുഴുവൻ എടുത്ത് പ്രക്ഷേപണം നടത്തിയത്. അപ്പോൾ ആ വന്നിരിക്കുന്നതും ഈ പ്രക്ഷേപണം നടത്തിയത് മുഴുവൻ പ്രസിദ്ധീകരിക്കാത്ത, ഞാൻ പ്രസിദ്ധീകരിക്കാൻ അനുമതി കൊടുത്തിട്ടില്ലാത്ത, ഇന്നും ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകത്തെക്കുറിച്ചാണ്. എങ്ങനെയാണ് അവർക്കിത് ചെയ്യാൻ കഴിയുന്നത്? ഇത് ഇത് ക്രിമിനൽ കുറ്റമാണ്. പ്രസിദ്ധീകരിക്കാത്തൊരു പുസ്തകത്തെക്കുറിച്ചാണ് ഇപ്പോൾ വ്യാപകമായ ചർച്ച. ആ പുസ്തകം എഴുത്ത് പൂർത്തിയായി അത് ഒന്ന് എല്ലാം ഓർഡറിലാക്കി അതൊന്ന് വായിച്ചു നോക്കി തെറ്റുകളും പെശകളും തിരുത്തലുകളും ഒക്കെ വരുത്തി അവസാനം അതിൻ്റെ ഫൈനൽ രൂപമുണ്ടാക്കി. അതിനുശേഷം അതിൻ്റെ കവർ പേജ് എന്തായിരിക്കണം, ആര് മുഖവരി എഴുതണം, ആമുഖം ആരെഴുതണം എന്നെല്ലാം അതിൻ്റെ കവർ പേജ് എന്തായിരിക്കണം എന്നുള്ളതും എല്ലാം ആലോചിച്ച് തീരുമാനിച്ച് നടപ്പിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇത്തരം ഒരു കാര്യവും ആലോചിക്കാനായിട്ടില്ല പുസ്തകം. ഈ ക്രിമിനൽ കുറ്റം ചെയ്യുക, അത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള ക്രിമിനൽ കുറ്റങ്ങളെ ഉപയോഗിക്കുക.